ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, ഈ വർഷത്തെ ലോക ചെസ് ചാമ്പ്യനെ കണ്ടുപിടിക്കാനായി ഇപ്പോൾ സിംഗപ്പൂരിൽ വെച്ച് ഫൈനൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിറൈനും ഇന്ത്യയുടെ 18 വയസ്സുകാരനായ ദൊമ്മരാജു ഗുഗേഷുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് 7ാമത്തെ ഗെയിമാണ്. 6 ഗെയിം ഇതുവരെ പൂർത്തിയായി. ഈ 6 ഗെയിമിൽ നിന്ന് 2 പേർക്ക് 3 പോയിൻ്റ് വീതമാണ് ഉള്ളത്. ആദ്യത്തെ ഗെയിം ചൈനീസ് താരം വിജയിച്ചു. 3ാമത്തെ ഗെയിം ഇന്ത്യൻ താരവും വിജയിച്ചു. ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ സമനില ആവുകയാണ് ചെയ്തത്. ഇന്ന് 7ാമത്തെ ഗെയിമാണ്. ഗുഗേഷിനാണ് വെള്ളക്കരിക്കൾ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഗെയിമിൽ ചൈനീസ് താരം ഒരുപാട് തവണ സമനിലയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് ക്യൂവിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് സമനിലയ്ക്ക് വേണ്ടി ശ്രമിക്കുക. ഗുഗേഷ് ആവട്ടെ ക്യൂവിനെ എടുത്തുകൊണ്ട് പലയിടത്തും ഓടിപ്പോകുന്നതും നമ്മൾ കണ്ടു. അതൊരു മാനസിക യുദ്ധമാണ്. അത്ര പെട്ടെന്നൊന്നും സമനിലയ്ക്ക് സമ്മതിക്കില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ്. അപ്പോൾ ഏതായാലും ഇന്ന് എന്താണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഇന്ന് ആദ്യം നേരത്തെ പറഞ്ഞ ഗുഗേഷിനാണ് വെള്ളക്കരുക്കളെന്ന്. ഗുഗേഷ് ആദ്യം ചെയ്തത് NF3 ആണ്. അത് നൈറ്റിനെടുത്ത് കുതിരയെടുത്ത് ജിയിലുള്ള കുതിരയെടുത്ത് F3യിലേക്ക് വെച്ചു. നമുക്കറിയാം, ഗുഗേഷ് ഇതുവരെ ചെയ്തൊക്കെ പോണിനടുത്താണ് കളിച്ചിട്ടുള്ളത്, അതേസമയം കാലാളിനടുത്താണ് കളിച്ചിട്ടുള്ളത്. പക്ഷേ ചൈനീസ് താരം ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം NF3 കളിച്ചിട്ടുണ്ട്. ചൈനീസ് താരം ഓരോ കളിയിലും ഓരോ വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഗുഗേഷ് NF3 കളിച്ചു. ചൈനീസ് താരം ഇന്ന് ഉപയോഗിച്ച പ്രതിരോധം ഗ്രൻഫിഡ് ഡിഫൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഡിഫൻസാണ്. അദ്ദേഹം ഉപയോഗിച്ചത് D5 ആണ്. അതായത് ക്യൂവിന് മുമ്പിലുള്ള പോണിനെ 2 കോളം മുന്നോട്ട് നീക്കി. അപ്പോൾ രണ്ടാമത്തെ നീക്കം എന്നതിൽ ഗുഗേഷ് ചെയ്തത് G3 ആണ്. അതായത് G കോളത്തിലുള്ള പോണിനെ ഒറ്റ കോളം മുന്നോട്ട് നീക്കി. അപ്പോൾ ചൈനീസ് താരം ചെയ്തത് അതേ കോളത്തിലുള്ള G കോളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പോണിനെ 1 കോളം മുമ്പോട്ട് നീക്കി G6ലേക്ക് വെച്ചു. മൂന്നാമത്തെ നീക്കം എന്ന നിലയിൽ ഗുഗേഷ് ചെയ്തത് D4 ആണ്. അത് ക്യൂവിന് മുമ്പിലുള്ള പോണിനെ കാലാളിനെ 2 കോളം മുമ്പോട്ട് വെച്ചു. അപ്പോൾ ചൈനീസ് താരം ചെയ്തത് ബിഷപ്പിനെ കളിക്കുകയാണ് ചെയ്തത്. ബിഷപ്പിനെ G7ലേക്ക് വെച്ചു. അതായത് നമുക്കറിയാം, Fലുള്ള ബിഷപ്പിനെ G7ലേക്ക് വെച്ചു. കാരണം G7ലെ കാലാളിന് ആദ്യം അതിന് മുമ്പത്തെ നീക്കത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ G7ലേക്ക് വെച്ചു. 4ാമത്തെ നീക്കം എന്ന നിലയിൽ ഗുഗേഷ് ചെയ്തത് C4 ആണ്. അതായത് C കോളത്തിലുള്ള പോണിനെ 2 കോളം മുന്നോട്ട് വെച്ചു. അപ്പോൾ ചൈനീസ് താരം അതുതന്നെയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ C കോളത്തിലുള്ള പോണിനെ ഒറ്റ കോളം മുന്നോട്ട് വെച്ചു, C6ലേക്ക് വെച്ച്. 5ാമത്തെ നീക്കം എന്ന നിലയിൽ ഗുഗേഷ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ബിഷപ്പിനെ, അതായത് Fലുള്ള ബിഷപ്പിനടുത്ത് G2ലേക്ക് വെച്ചു. അപ്പോൾ ചൈനീസ് താരം ചെയ്തത് അദ്ദേഹത്തിൻ്റെ കുതിരയെടുത്ത് ജിയിലുള്ള കുതിരയെടുത്ത് F6ലേക്ക് വെച്ചു. അപ്പോൾ ഏതാണ്ട് സമാനമായ നീക്കങ്ങളാണ് രണ്ടുപേരും ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 6ാമത്തെ നീക്കത്തിൽ ഗുഗേഷ് കാസിൽ ചെയ്തു, കിങ്ങിൻ്റെ സൈഡിൽ കാസിൽ ചെയ്തു. അതേ തന്നെ ചൈനീസ് താരവും ആ നീക്കത്തിൽ 6ാമത്തെ നീക്കത്തിൽ കാസിൽ ചെയ്തു. അങ്ങനെ 6 നീക്കം അങ്ങനെ കഴിഞ്ഞു. പിന്നീട് 7ാമത്തെ നീക്കം മുതൽ ചൈനീസ് താരം ഓരോ കരിക്കളൊക്കെ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം D കോളത്തിലുള്ള കാലാളിനെ കൊണ്ട് C കോളത്തിലുള്ള ഗുഗേഷിൻ്റെ കാലാളിനെ വെട്ടി. പക്ഷെ ഗുഗേഷ് തിരിച്ച് വെട്ടിയില്ല. അപ്പോൾ പകരം ഈ കോളത്തിലുള്ള പോണിനെ മുന്നോട്ട് നീക്കുക ആണ് ചെയ്തത്. ഏതായാലും പിന്നീട് 15 നീക്കം ആകുന്നതുവരെ പല കരുക്കളെയും അവർ വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് ചൈനീസ് താരത്തിന് സമയത്തിൻ്റെ പ്രശ്നം ഉണ്ട്. അദ്ദേഹം ചില നീക്കത്തിനൊക്കെ ഒരുപാട് സമയം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഗുഗേഷ് 19ാമത്തെ നീക്കത്തിന് വേണ്ടി കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 20ാമത്തെ നീക്കം മുതൽ അപ്പോഴേക്ക് കുറേ കരിക്കളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ 20ാമത്തെ നീക്കം മുതൽ ചൈനീസ് ചാമ്പ്യൻ എന്താണ് ചെയ്തത്, ചൈനീസ് താരം ലോക ചാമ്പ്യനായ ചൈനീസ് താരം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ പതിവ് പോലെ ഗുഗേഷിൻ്റെ ക്യൂവിനെ പിടിക്കാൻ ഓടിത്തുടങ്ങി. കാരണം ക്യൂവിനെ പിടിച്ചാലാണോ സമനിലയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ക്യൂവിനെ പിടിക്കാൻ വേണ്ടിയിട്ട്
20ാമത്തെ നീക്കം മുതൽ ശ്രമം തുടങ്ങി. ഗുകേഷ് ആണെങ്കിൽ ക്യൂവിനെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഏതായാലും 32ാമത്തെ നീക്കത്തിൽ ഗുകേഷ് അതിന് സമ്മതിച്ചു, ക്യൂവിനെ ക്യാൻസലാക്കി. പിന്നെ അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് രണ്ടുപേർക്കും മാറി മാറി വരുന്നുണ്ട് ഇതിന് മുൻതൂക്കം. പിന്നെ 40ാമത്തെ നീക്കത്തിൽ ചൈനീസ് താരത്തിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അതോടെ ഗുകേഷിനായി മേധാവിത്വം. ഗുകേഷ് വിജയിക്കും എന്ന ഘട്ടത്തിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ ചൈനീസ് താരത്തിനുള്ളത് ഒരു റൂക്ക്, ഒരു നൈറ്റ്, പിന്നെ കുറച്ച് പോണുകൾ. അതേസമയം ഗുകേഷിനുള്ളത് റൂക്ക്, ഒരു ബിഷപ്പ്, ഒരു പോണ് അധികമുണ്ട്, ഒരു കാലാൾ അധികമുണ്ട്. പക്ഷേ പൊസിഷൻ നല്ലത് ഗുകേഷിൻ്റെ ആയിരുന്നു. അതുകൊണ്ട് ഗുകേഷിനാണ് ആ സമയത്തൊക്കെ വിജയസാധ്യത ഉള്ളത്. പക്ഷേ ഈ നൈറ്റിനെ ഉപയോഗിച്ച്, കാരണം ചൈനീസ് താരത്തിൻ്റെ കയ്യിൽ നൈറ്റ് ഉണ്ട്, പുറത്ത് ഗുകേഷിൻ്റെ അടുത്തുള്ള ബിഷപ്പാണ്. പക്ഷെ ആ നൈറ്റിനെ ഉപയോഗിച്ച് സമർത്ഥമായ കളി കളിച്ച് അദ്ദേഹം സമനില പിടിച്ചു വാങ്ങുകയായിരുന്നു. പലപ്പോഴും നമ്മൾ ചൈനീസ് താരം തോൽക്കും എന്ന് കരുതിയ ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ നൈറ്റിനെ ഉപയോഗിച്ച് കളിച്ച് സമനില പിടിച്ചു വാങ്ങി. അങ്ങനെ 72ാമത്തെ നീക്കത്തിലാണ് ഇന്ന് സമനില ഉണ്ടായത്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ കഴിഞ്ഞ കളികളിൽ 7 ഗെയിമുകളിൽ വെച്ച് ഏറ്റവും സമയദൈർഘ്യം ഉണ്ടായ ഗെയിം ഇന്നത്തേതാണ്. ഏതാണ്ട് 5.5 മണിക്കൂറോളം നീണ്ടു നിന്നു. ഇനി 8ാമത്തെ ഗെയിം നാളെ നടക്കും. 8ാമത്തെ ഗെയിമിൽ നാളെ ചൈനീസ് താരത്തിനായിരിക്കും വെള്ളക്കരുക്കൾ. ഇപ്പോൾ രണ്ടുപേർക്കും 3.5 പോയിൻ്റ് വീതമായി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.